നിങ്ങളുടെ പ്രോഗ്രാംസൊക്കെ ഇപ്പം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ? ഉണ്ണികൃഷ്ണൻ നമ്മുടെ മാനേജറുണ്ട്. ഓക്കെ. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, നന്ദഗോവിന്ദൻ www.nandagobindan.com എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഉണ്ണിയുടെ നമ്പർ അതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ണിയെ കണക്ട് ചെയ്താൽ മതി. ഇപ്പോഴത്തെ പരാതി എന്ന് പറയുന്നത് അത് ആദ്യം തന്നെ എല്ലാവരും പറയണം, ഉണ്ണിയെ വിളിച്ച് കിട്ടാനായിട്ട് ഇച്ചിരി പണിയാണ്. കാര്യം എനിക്കറിയാം പേഴ്സണലി, അവനൊരു ദിവസം വരുന്ന കോളുകൾ എന്ന് പറയുന്നത് അവന് ബാക്ക് ടു ബാക്ക് വരുന്ന കാരണം അവന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പ്രോഗ്രാം എൻക്വയറീസ് ആണോ? പ്രോഗ്രാം എൻക്വയറീസും ചില ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ഫീഡ്ബാക്സ് തരാനായിട്ട് ഇതുപോലെ അവരുടെ സ്നേഹം പറയാൻ വേണ്ടി വിളിക്കും. പിന്നെ പ്രോഗ്രാം എൻക്വയറീസും എല്ലാമായിട്ടും കുറേ കോൾസ് വരുന്നുണ്ട്. അപ്പം ഒരു കോൾ സെൻറ്റർ തുടങ്ങണം. കോൾ സെൻറ്റർ ഞാൻ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്താ ചെയ്യേണ്ടത്? ഫിൽട്ടർ ചെയ്യണം. അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി മാനേജ് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു പ്രോഗ്രാം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്ക് അതിൻ്റെ കോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക? എപ്പോഴും കോസ്റ്റിംഗ് ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കില്ലേ? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വെന്യൂ. അതിപ്പോൾ നമ്മൾ ടെമ്പിൾ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പ്രോഗ്രാം അത് നമ്മുടേതായിട്ടുള്ള നോർമൽ ചാർജസ് ചെയ്യാറുള്ളൂ. അതല്ലാതെ നമ്മളൊരു ഇവൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രോഗ്രാം അവർ ടിക്കറ്റഡ് ഇവൻറ്റ്സ് നമ്മൾ അങ്ങനെ അധികം ഇപ്പം വെളിയിൽ കൊടുത്ത് ചെയ്യാറില്ല. കാര്യം നമ്മുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് കാരണം. അതല്ലാതെ ഇപ്പം സ്പോൺസേർഡ് ഇവൻറ്റ്സ് വേറെ ആർക്കെങ്കിലും ഒരു ഹാളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയെ വിളിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ണിയെ ഡിപ്പെൻഡ്സ് ഓൺ ദ വെന്യൂ, ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈമിങ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം നോക്കിയിട്ട് ടീമിലും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവൻ കോസ്റ്റിംഗ് അവരുടെ അടുത്ത് പറയും. ഓക്കെ. അപ്പോൾ ഈ ടിക്കറ്റ് പ്രോഗ്രാംസ് നിങ്ങൾ തന്നെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതോ വേറെ ആരെങ്കിലും ആണോ? നിങ്ങൾക്ക് ടീമുണ്ടോ? ടിക്കറ്റ് ഇവൻറ്റ്സ് നമ്മൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ്? അത് നമ്മൾ ഡയറക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ഇനീഷ്യലി 1-2 പേര് അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഭജൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗിഗ്സൊക്കെ പോലെ അത്രയും ആൾക്കാർ വരുമോ, അപ്പോൾ ഇതിന് അത്രയും വാല്യൂ ഉണ്ടോ എന്നുള്ളൊരു തിങ്കിങ് ഉണ്ടായിരുന്നു. നോ പ്രോബ്ലം, എന്നാൽ പിന്നെ വിൽ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് എന്നുള്ള സാധനം. ഇപ്പോൾ എത്ര പ്രോഗ്രാംസ് അങ്ങനെ ചെയ്തു? ഞങ്ങൾ UAE ചെയ്തു. ഞങ്ങൾ ഇവിടെ ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കൊച്ചി, അതിനുശേഷം പാലക്കാട് കഴിഞ്ഞു. കാലിക്കട്ട് നമ്മൾ ഇന്നലെ അനൗൺസ് ചെയ്തിട്ട് 6 മിനിറ്റിൽ സോൾഡ് ഔട്ട്. ഞാൻ കണ്ടായിരുന്നു. 10 മിനിറ്റ് നേട്ടം. പക്ഷേ ആക്ച്വലി 6 മിനിറ്റിൽ പിന്നെ പറഞ്ഞു 6 മിനിറ്റിൽ സോൾഡ് ഔട്ട് ആയി. എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ക്ലോസ് ടു 1000. ഓക്കെ. അപ്പോൾ നിങ്ങൾ തിയേറ്റേഴ്സ് ആണോ ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതോ ഓഡിറ്റോറിയംസ് ആണോ? ഓഡിറ്റോറിയംസിൽ മറ്റേ മുഴക്കം ഉണ്ടാവില്ലേ? തിയേറ്റേഴ്സ് ആണ്. അത് ആൾക്കാർക്ക് വ്യൂ ചെയ്യാനോ അവരുടെയും കൂടെ കംഫർട്ട് അവരുടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് തിയേറ്റേഴ്സാണ്. ഇപ്പോൾ ഇവിടെയും കാലിക്കട്ടെ നമ്മൾ തിയേറ്ററിൽ വ്യൂ ആണ്. ഓക്കെ. ഓവറോൾ എല്ലാത്തിനും കൂടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഇതിന് നല്ലതാണ്. മനസ്സിലായി. ഈ വിദേശ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എല്ലാവർക്കും വിസ അറേഞ്ച് ചെയ്യുന്നത് വലിയൊരു ചടങ്ങായിരിക്കത്തില്ലേ? അപ്പോൾ അതിനൊക്കെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഓസ്ട്രേലിയ പോകാനുള്ളത് ഓസ്ട്രേലിയ അവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ഒരു ഏജൻസി അവരെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവരാണ് നമ്മളുടെ വിസ സപ്പോർട്ടും കാര്യങ്ങളും കോർഡിനേഷനും ഒക്കെ ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു ഫീനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു അവരാണ് ഓസ്ട്രേലിയയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഓക്കെ. US വേണ്ടിയിട്ട് ചെയ്യുന്നത് വേറെ ആളാണ്. നമ്മളുടെ ലാലേട്ടൻ്റെയൊക്കെ സ്ഥിരം ചെയ്യുന്നൊരു പുള്ളിയാണ്. നിങ്ങളിപ്പോൾ എത്ര രാജ്യങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്? ഔട്ട്സൈഡ് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ അത്യാവശ്യം എല്ലാ കൺട്രീസിലും ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉഗാണ്ട, നമ്മൾ കെനിയയിൽ ഒക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെൻറ്റിലെങ്കിൽ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ആദ്യമാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ഓസ്ട്രേലിയ ഏപ്രിൽ വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സിൽ US ടൂർ നമ്മൾ അനൗൺസ് ചെയ്യും. പിന്നെ കാനഡ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മിക്കവാറും സെപ്റ്റംബറിലേക്കായിരിക്കും. അതിൻ്റെ നമ്മൾ കോൺട്രാക്ട് അവരോട് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇപ്പോൾ നവീനെ പോലെ തന്നെ വർക്ക് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ ഒരു ഭജൻ പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആൾക്കാരാണോ? മിക്ക ആൾക്കാരും അതെ. അതിൻ്റെ അത് 1-2 പേരല്ല. ഇപ്പം ഫുൾ ടൈമേഴ്സ് നമുക്ക് ഇല്ലാണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയെത്തി. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഫുൾ ടൈമാണ്. നമ്മളുടെ ഹാർമോണിസ്റ്റ് ആയിട്ടുള്ള രാജേഷ് പുള്ളി ഇതിൻ്റെ അകത്ത് നമ്മളുടെ സപ്പോർട്ടുണ്ട്. അപ്പം 1-2 പേര് നമ്മുടെ ഫുൾ ടൈമേഴ്സാണ്. ബാക്കിയുള്ളവർ വർക്ക് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാർ. നവീൻ ഫുൾ ടൈം ആകാനുള്ള പ്ലാൻ ഒന്നുമില്ലേ? പ്ലാനുണ്ട്, ചെയ്യണം. ഓക്കെ.